അഭിനയത്തിന് വേണ്ടി ബഹുമാനപ്പെട്ട ശ്രീനിവാസൻ സ്ഥാപനത്തിൽ സ്നേഹിക്കുന്ന മാതാപിതാക്കളെ, സഹോദരങ്ങളെ, കുഞ്ഞുങ്ങളെ, ഈ നോമ്പ് കാലഘട്ടത്തെ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട ഒരു സന്ധ്യയാണ് ഇന്നത്തേത്. തിരുമനസിൻ്റെ സാന്നിധ്യം ഏറ്റവും അനുഗ്രഹവും ഈ നോമ്പിലെ നമ്മുടെ മുമ്പോട്ടുള്ള പ്രയാണത്തിന് അത് ഊർജം പകരുന്നതും ബലം പകരുന്നതും ആകട്ടെ എന്ന് ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഒരു വാക്ക് സ്വാഗതം ആശംസിക്കുവാൻ തക്കവണ്ണം ഈ സമയത്ത് നിൽക്കുകയാണ്. തിരുമനസിനെ നമുക്ക് എല്ലാവർക്കും അറിയാം. കുന്നംകുളം ഭദ്രാസനത്തിൻ്റെ അധിപനും അതുപോലെ തന്നെ മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭയുടെ യുവജന പ്രസ്ഥാനത്തിൻ്റെ പ്രസിഡന്റും അതുപോലെ തന്നെ നാഷണൽ ക്രിസ്ത്യൻ കൗൺസിലിൻ്റെ പ്രസിഡന്റുമാണ് അഭിമന്യ ഡോക്ടർ ഗീവർഗീസ് മാർ യൂലിയോസ് തിരുമനസിനെ സംബന്ധിച്ച് പറയുമ്പോൾ നല്ല ഒരു അധ്യാപകനാണ്, വേദപണ്ഡിതനാണ്. സഭയുടെ എല്ലാ കാര്യങ്ങളിലും വളരെ ശുഷ്കാന്തിയോടുകൂടെ പ്രവർത്തിക്കുകയും സഭാമക്കളെ മുന്നോട്ട് നയിക്കുകയും ചെയ്യുന്ന ഒരു അന്യപിതാവാണ്. ഞാനും ഷിനോച്ചനും ഒക്കെ ആയിട്ട് ആത്മാർത്ഥമായ ബന്ധം എപ്പോഴും കാത്ത് സൂക്ഷിക്കുന്നു. ഇപ്പോഴും ആ ഒരു ബന്ധത്തിൻ്റെ വില ഇപ്പോഴും ഞങ്ങൾ മനസ്സിലാക്കുന്നു. ഇന്നത്തെ ഈ സായാഹ്നത്തിൽ ഈ ദേവാലയത്തിലേക്ക് എഴുന്നള്ളി വരികയും നമ്മളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുകയും ചെയ്ത അഭിമന്യ ഡോക്ടർ ഗീവർഗീസ് മാർ യൂലിയോസ് മെത്രോപ്പൊലീത്തയെ സെന്റ് ജോർജ് ഇന്ത്യൻ ഓർത്തഡോക്സ് കുടുംബത്തിലേക്ക് സ്നേഹാദരവോടെ സ്വാഗതം ചെയ്യുന്നു. ഇപ്പോൾ ഇടവകയുടെ സെക്രട്ടറി ബഹുമാനപ്പെട്ട ലീന ചേച്ചി ഒക്കെ നൽകിയ മനസ്സിനെ സ്വീകരിക്കും. ബഹുമാനപ്പെട്ട ശ്രീനിവാസൻ നമ്മൾ പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. സെന്റ് പീറ്റേഴ്സ് സെന്റ് പോൾസ് ദേവാലയത്തിലെ വികാരിയാണ്. തിരുമനസ് മെൽബൺ ക്ലേറ്റൺ ദേവാലയത്തിൽ പാഷൻ വീക്കിന് വേണ്ടി വന്നതാണ്. ആ ഒരാഴ്ച ഗ്യാപ്പിൽ കഴിഞ്ഞ ശനിയാഴ്ച സെന്റ് പീറ്റേഴ്സ് ദേവാലയം ക്രമീകരിച്ച സെമോഹോ 25 യൂത്ത് കോൺഫറൻസിന് സംബന്ധിക്കുവാനും തുടർന്ന് ക്യൂൻസ്ലാൻഡിലുള്ള ചില ദേവാലയങ്ങളൊക്കെ തിരുമനസ്സുകൊണ്ട് സന്ദർശിക്കുവാനൊക്കെ ഇടയായി. ഈ ദേവാലയത്തിലേക്ക് തിരുമനസിൻ്റെ ഇന്നത്തെ വിസിറ്റ് ക്രമീകരിച്ചത് ബഹുമാനപ്പെട്ട ഷിനോച്ചനാണ്. പൂച്ചെണ്ടുകളില്ല എങ്കിലും 1000 സ്നേഹത്തിൻ്റെ പൂച്ചെണ്ടുകളുടെ സ്വാഗതം പ്രത്യേകമായിട്ട്. അച്ഛനോടൊപ്പം കൊച്ചമ്മയും കുഞ്ഞുങ്ങളും ഇവിടെയുണ്ട്. ഈ സന്ധ്യയിൽ കടന്നു വന്ന ഇത്രയും പേർ കടന്നു വന്നതിൽ ഒരുപാട് സന്തോഷം. കടന്നു വന്ന എല്ലാവരെയും ഒറ്റ വാക്കിൽ സ്വാഗതം ചെയ്യുന്നു. അഭിമന്യ തിരുമനസ്സുകൊണ്ട് ഇപ്പോൾ അല്പസമയം നമ്മളോട് സംസാരിക്കും. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. വൈദിക ശ്രേഷ്ഠരെ, വിശ്വാസ സമൂഹമേ, ദൈവനാമത്തിൽ ബലഹീനനായിരിക്കും നിങ്ങൾ നൽകിയ സ്വീകരണത്തിന് പ്രത്യേകം നന്ദി പറയുന്നു. ഷോർട്ട് ആൻഡ് സ്വീറ്റ് ആയിട്ട് ഏതാനും വാക്യങ്ങൾ പറയുക മാത്രമാണ് ലക്ഷ്യം. ഒരു വിധത്തിൽ പറഞ്ഞാൽ ആലീസ് ഇൻ വണ്ടർലാൻഡ് എന്ന് പറയുന്നത് പോലെയാണ് എൻ്റെ ഓസ്ട്രേലിയൻ വിസിറ്റ്. ഓസ്ട്രേലിയ, ന്യൂസിലാൻഡ്, മലേഷ്യ, സിംഗപ്പൂർ എല്ലാം ചേർത്ത് പൂർണ്ണമായും ഭദ്രാസനത്തിൻ്റെ ഒരു വലിയ പങ്ക് ഒരു പുതിയ ഭദ്രാസനമായിട്ട് രൂപീകൃതം ആയി. ഇതിൽ മെൽബൺ സെന്റ് ഗ്രിഗോറിയോസ് ക്ലേറ്റൺ ചർച്ചിൽ പെരുന്നാളിലൊരു തവണ വന്നിട്ടുണ്ട്. 4 ദിവസം അങ്ങനെ ഒരു ഓസ്ട്രേലിയൻ പര്യടനം 2019 നവംബറിൽ നടത്തിയിട്ടുണ്ട്. തുടർന്ന്
ഇപ്പോഴാണ് ഇവിടെ വരുന്നത്. സിംഗപ്പൂരിൽ പോയി ഈ പ്രദേശവുമായിട്ടുള്ള ബന്ധം അത്രയാണ്. ഈ വർഷത്തെ ആശയ ശുശ്രൂഷകൾക്ക് ക്ലേറ്റൺ സെന്റ് ഗ്രിഗോറിയോസിൽ വരാമോ എന്ന് ചോദിച്ചപ്പോൾ ഏഷ്യ പസഫിക് ഡയസിസും കൂടെ ഉണ്ടായ ഒരു പ്രഖ്യാപനത്തിൽ ഒരുപാട് ആളുകൾ ഇവിടെയൊക്കെ വരുന്നു എന്ന് അറിയുകയും പലരെയും പരിചയമുള്ളതുകൊണ്ട് എന്നാൽ അങ്ങനെ ആകാം എന്ന് ആഗ്രഹിച്ചു. എന്നാലുണ്ട് വൈദികരെയാണ് എനിക്ക് നേരിൽ പരിചയമുള്ളത്. സുജിൻ മാപ്പിളാച്ചനെ അടുത്ത് പരിചയമുണ്ട്. ഇവരെല്ലാം എനിക്ക് പരിചയമുണ്ട്. പക്ഷെ എവിടെയാണെന്നൊന്നും എനിക്ക് അറിയത്തില്ല. ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴാണ് ശിലുവച്ചതിന് മുൻപ് എന്നെ വിളിച്ചു, സംസാരിച്ചു. ലിജുവച്ചനോട് ഉണ്ടെന്നൊന്നും എനിക്ക് പിടിയില്ല. അവിടെ വന്നപ്പോഴാണ് ദൈവത്തിൻ്റെ കൃപയാൽ ഇതിലൊക്കെ ഇന്ന് തന്നെ ഈ പള്ളിയിൽ ബ്രിസ്ബെയിനിൽ എൻ്റെ ഇടവകളുണ്ട് എന്ന് ഇങ്ങനെ വരുന്ന വഴിക്ക് അറിവ് കിട്ടി. എന്നാൽ ഒരു മനോഹരമായ ഒരു ദേവാലയം ഇവിടെ ഉണ്ട്. അതും എൻ്റെ ഫേവറേറ്റ്. എല്ലാ പരിശുദ്ധന്മാരും നമ്മുടെ ഫേവറേറ്റാണ്. എന്നാലും ഞാനൊരു ജോർജ് ആയതുകൊണ്ട്, ഗിയോർഗീസ് ആയതുകൊണ്ട്, പരിശുദ്ധ ഗിയോർഗീസായുടെ നാമത്തിൽ അതിമനോഹരമായ ഒരു ദേവാലയം ഉണ്ട് എന്ന് കാണുന്നത് ഏറെ സന്തോഷം തോന്നുന്നു. സെൻറ്റ് പീറ്റേഴ്സിനും സെൻറ്റ് പോൾസിനും സ്വന്തമായിട്ട് ഇടപെട ഒരു പള്ളിയായിട്ടില്ലെങ്കിലും അവരും ഒരു നല്ല ഒരു ഫെസിലിറ്റി കിട്ടിയിരിക്കുന്നു. അതൊക്കെ കാണുന്നതിലും നിങ്ങളെല്ലാം ദൈവത്തെ വിളിച്ച്, അതുപോലെ തന്നെ നോ വണ്ടർ ഞാൻ പറഞ്ഞതുകൊണ്ട് നിങ്ങളിനി കുഴപ്പമാക്കരുത്. നാട്ടിലൊരു പള്ളിയിൽ, മാത്താറ്റ് പള്ളിയിലോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ നിർണം പള്ളിയിലോ പള്ളിയിലോ ഒക്കെ ഇത്രയാളും കാണുമായിരിക്കും. പഴഞ്ഞ പള്ളിയിലൊക്കെ നമ്മൾ തന്നെ ആൾക്കാറ്റ് പഴഞ്ഞ് അടുക്കുട്ടി ഉള്ള പള്ളികളിലേക്ക് എത്ര ആളുകളാണ്. മറ്റുള്ളിടത്തൊന്നും നോമ്പ് കാലത്ത് സന്ധ്യാനമസ്കാരത്തിന് എത്ര ആളുകളെ കിട്ടു എന്നെനിക്ക് ഡൗട്ട്. നിങ്ങൾ ഇത്രയും ദൂര സ്ഥലങ്ങളിൽ നിന്ന് ദീർഘമായി യാത്ര ചെയ്തും ഒക്കെ ആണെങ്കിലും സന്ധ്യയ്ക്ക് ഇത്രയും പേർ വരികയും എല്ലാവരും ഒന്നിച്ച് നമസ്കരിക്കുകയും ചെയ്ത് ആണെന്നതിൽ ദൈവത്തെ സ്തുതിക്കുന്നു. ബഹുമാനപ്പെട്ട വൈദികരെ രണ്ടുപേരെയും വളരെ ലിജുവച്ചനെയും ലിജുമോസ്ബാവയുടെ സെക്രട്ടറി ആയിരുന്ന കാലം മുതൽ, അതുപോലെ മുമ്പ് പഠിച്ചുകൊണ്ടിരുന്ന കാലം മുതൽ, അതുപോലെ തന്നെയാണ് ഷിനുവച്ചനെ പഠിപ്പിക്കാൻ ഒക്കെയുള്ള ഭാഗ്യം കിട്ടിയിട്ടുണ്ട്. ദൈവത്തിൻ്റെ കൃപയാൽ കഴിഞ്ഞ 32 വർഷമായിട്ട് കോട്ടയത്ത് നാഗ്പൂർ സെമിനാരിയിൽ കുട്ടികളോടൊപ്പം ചെലവഴിക്കുവാൻ, അവരെ അറിയാവുന്ന ചില കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുവാനൊക്കെ അവസരം ലഭിച്ചത് നന്ദിയോടെ ഒക്കെയാണ്. നിങ്ങൾ പലരെയും എനിക്ക് പരിചയം ഉള്ളവരുണ്ട്. തീർച്ചയായിട്ടും സമ്മേളനത്തിനനുസരിച്ച് നമസ്കാരം കഴിഞ്ഞ് തീർച്ചയായിട്ടും പരിചയപ്പെടാം. 2 കാര്യങ്ങൾ ഓരോ വാക്കിൽ പറയാമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. കടലിൽ പോവുകയാണെങ്കിൽ ലിജുവച്ച് സ്റ്റോപ്പ് അടിച്ചാൽ ഞാനവിടെ നിർത്തുകയും ചെയ്യും. ഒന്നാമത്തത്, ഈ ആഴ്ച 2 റിലേറ്റഡാണ്. വലിയ നോമ്പിൻ്റെ 6ാമത്തെ ആഴ്ചയിലാണ്. 36ാം ഞായറാഴ്ച കഴിഞ്ഞു തുടർന്നുള്ള ദിവസങ്ങളിൽ ഈ ആഴ്ച മുഴുവൻ ഓശാന ആഴ്ച എന്നാണ് വിളിക്കുന്നത്. അടുത്ത ആഴ്ച കഷ്ടാനുഭവം, പീഡാനുഭവം ആഴ്ച എന്ന് വിളിക്കും. We are, by the grace of God, going to the paramount of the suffering, the death, burial and resurrection of our Lord and Savior Jesus Christ, which is the means of our redemption and salvation. And that's why we call this Lent as great and salvific Lent. വലിയതും രക്ഷാകരവുമായ നോമ്പ്. ഇതിന് 50 ദിവസം നീളമുണ്ട്, 48 ദിവസം, കൃത്യമായിട്ട് പറഞ്ഞാൽ 48 ദിവസമേ ഉള്ളൂ. 48 ദിവസം നീളമുണ്ട്. ഇത് വലിയ നോമ്പാട്ടോ അല്ല. ഇത് വലിയ നോമ്പാവുന്ന സൗമം റാവും. കാരണം ഇത് നമ്മെ യേശു ക്രിസ്തുവിൽ രക്ഷയിലേക്ക്, ഇതിൻ്റെ മരണം മൂലം നമുക്ക് വീണ്ടെടുപ്പ് ഉണ്ടാകുന്ന
നോമ്പാണ്. അതുകൊണ്ടാണ് ഇതിനെ വലിയൊരു രക്ഷാകരവുമായ നോമ്പ് എന്ന് പറയുന്നത്. ശ്രീക ഫിലിപ്പിനോട് പറയുന്നുണ്ട്, അവനിൽ ഇരിക്കേണ്ടതിന് അവൻ്റെ മരണത്തോട് അനുരൂപപ്പെട്ടിട്ട് അവനെയും പുനരുദ്ധാനത്തിൻ്റെ ശക്തിയെയും കഷ്ടാനുഭവങ്ങളുടെ കൂട്ടായ്മയെയും അനുഭവിച്ച് അറിയേണ്ടത്. ഇങ്ങനെ വല്ല വിധേനയും മരിച്ചവരുടെ ഇടയിൽ നിന്ന് ജീവൻ പ്രാപിക്കണം എന്ന് വെച്ച് ഞാൻ അവൻ്റെ നിമിത്തം സകലവും ഉപേക്ഷിച്ച് ചവറ് എന്ന് എണ്ണുന്നു. ശ്രമിച്ചു കഴിഞ്ഞു തികഞ്ഞവനായി എന്ന് ഞാൻ നിരൂപിക്കുന്നില്ല. ക്രിസ്തുയേശുവിനാൽ ഞാൻ പിടിക്കപ്പെട്ടിരിക്കുന്നതുകൊണ്ട് എനിക്കും അത് പിടിക്കാമോ എന്ന് വെച്ച് പിന്തുടരുന്നതേ ഉള്ളൂ. അങ്ങനെ സ്നേഹ മുന്നോട്ട് ഫിലിപ്പിനെ ഉപദേശിക്കുന്നത് 3-ാം അധ്യായം 19 വാക്യങ്ങൾ. അവനിൽ ഇരിക്കണമെങ്കിൽ, ക്രിസ്തുവിൽ ചേർന്നിരിക്കണമെങ്കിൽ കഷ്ടാനുഭവത്തോട് നാം അനുരൂപപ്പെടുന്നു. അവൻ്റെ മരണത്തെ നാം ആസ്വദിച്ച് അറിയണം. കിങ് ജെയിംസ് വേർഷൻ പറയുന്നത് ടു എക്സ്പീരിയൻസ് ദ ഡെത്ത് ആൻഡ് ദ പവർ ഓഫ് റിസറക്ഷൻ. മരണത്തിൻ്റെയും പുനരുത്ഥാനത്തിൻ്റെയും ശക്തി നാം അനുഭവിച്ച് അറിയണം. അങ്ങനെ അറിയണമെങ്കിൽ അവൻ പോയ വഴികളിലൂടെ നടക്കണം. അതുകൊണ്ടാണ് യാത്രമാർ അതിമനോഹരമായ ഈ ഒരു പാരമ്പര്യം 40 ദിവസത്തെ മോശയും ഏലിയാവും കർത്താവും ഒക്കെ ആചരിച്ച, പൂർവ്വപിതാക്കന്മാരെല്ലാം ആചരിച്ച, കർത്താവ് മുതൽ ഇന്നയോളമുള്ള നമ്മുടെ പിതാക്കന്മാർ ആചരിച്ച, അനുഷ്ഠിച്ച ആ നോമ്പിൻ്റെ പാത നാം വർഷത്തിൽ ഒരിക്കൽ നാം അനുഷ്ഠിക്കണം. അത് കഴിയുമ്പോൾ 40 ദിവസത്തിൻ്റെ നോമ്പ് കഴിയുമ്പോൾ 40 നോമ്പ് വീടുന്ന വെള്ളിയാഴ്ച, 40-ാം വെള്ളിയാഴ്ച നമ്മൾ വിളിക്കും. ശരിക്കും യഥാർത്ഥത്തിൽ 41-ആണ് വെള്ളിയാഴ്ച. 36 ഞായർ, 37 തിങ്കൾ, 38 ചൊവ്വ, 39 മുതൽ 40 വ്യാഴം. 40 നോമ്പ് വീടുന്ന വെള്ളിയാഴ്ചയാണ്. എന്ന് വെച്ചാൽ കുറച്ച് മീൻ കഴിക്കാമെന്നല്ല. 40 ദിവസത്തെ ആചരണം പൂർത്തിയാകുന്നു. അതിന് ദൈവത്തെ സ്തുതിച്ച് വെള്ളിയാഴ്ച രാവിലെ വിശുദ്ധ കുർബാന അർപ്പിക്കുന്നു. ഇവിടുത്തെ സാഹചര്യത്തിൽ ചിലപ്പോൾ വ്യാഴാഴ്ച വൈകിട്ടായിരിക്കാം. അത് കഴിഞ്ഞാൽ ശനിയാഴ്ച ദാനിയേൽ ലാസറിനെ ഉയർപ്പിക്കുകയാണ്. കർത്താവ് എന്താ പറയുക, മരുഭൂമിയിലെ യാത്രയിൽ നിന്ന് ദാനിയേലെത്തി ലാസറിനെ ഉയർപ്പിച്ച് താൻ സൗഖ്യം കൊടുത്തവരെല്ലാവരും ചേർന്ന് ലാസറിൻ്റെ നേതൃത്വത്തിൽ, ലാസറാണ് ലീഡറെന്ന് പറയുന്നത്, ലാസറിൻ്റെ നേതൃത്വത്തിൽ അവർ ദക്കിലാകുന്ന കൊമ്പ്, സൈക്കില ഒക്കെ എടുത്ത് ദാവീദ് പുത്രനെ ഹോശാന പാടിക്കൊണ്ട് യെരൂശലേമിലേക്ക് പോവുകയാണ്. ഇൻഫർമേഷൻ അറിയാവുന്ന കാര്യമാണ് പറയുകയാണ്. യെരൂശലേമിലെത്തിയാൽ കർത്താവ് അവിടെ അനുഭവിച്ച സംഭവങ്ങൾ, നിറവേറ്റിയ കാര്യങ്ങൾ, അടയാളങ്ങൾ, പൂർത്തീകരണങ്ങൾ ഒരാഴ്ച മുഴുവൻ 4 സുവിശേഷകരും വളരെ കൃത്യമായിട്ട് സാക്ഷിക്കുന്നത് പോലെ, ചിലപ്പോൾ നോക്കി അറിയാം ഓരോ യാമങ്ങളിൽ എന്ത് സംഭവിച്ചു എന്ന് തന്നെ പ്രത്യേകിച്ച് പരിശുദ്ധ മത്തായി ശ്ലീഹ പറയുന്നുണ്ട്. അതേ യാമങ്ങളിലൂടെ, പ്രാർത്ഥനയിലൂടെ വി ആർ വാക്കിംഗ് ഇൻ ക്രൈസ്റ്റ്. അതാണ് അടുത്ത ആഴ്ചയിൽ നടക്കുന്നത്. അതിൻ്റെ 7th പോയിന്റിലാണ് കഷ്ടാനുഭവവും മരണവും അപ്രടക്കവും ഉയർത്തെഴുന്നേൽപ്പും നടക്കുന്നത്. അതിലേക്കൊക്കെ കടക്കുവാൻ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. യെരൂശലേമിലേക്കുള്ള യാത്രയിലെ അവരെ ചൊല്ലുന്ന പ്രാർത്ഥന ദാവീദ് പുത്രനെ ഹോശാന എന്നാണ്. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം. ഹോശാനോ ഭവറൗമി, ദാവീദ് പുത്രനെ ഹോശാന, ഉന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം. നമ്മൾ ഹോശാന എന്നതിനെ ഒരു റൈൻഡഡ് മീനിങ് പറയുന്നത് ഗ്ലോറി ടു ഗോഡ് എന്നാണ്. പക്ഷെ അതിന് കുറച്ചുകൂടെ ആഴമായ ഒരു അർത്ഥം ആ പദത്തിനുണ്ട്. അത് ആണ് ആദ്യം നമ്മൾ ഓർത്തിരിക്കേണ്ടത്. അതിന് പുറമേക്കുള്ള അർത്ഥം ദൈവമേ, ദൈവത്തിന് സ്തുതി എന്നാണ്, ഗ്ലോറി ടു ഗോഡ്. എന്നാൽ അതിൻ്റെ മീനിങ് ഹോശാന
എന്നുള്ളതിനെ ദൈവമേ ഞങ്ങളെ രക്ഷിക്കണമേ എന്ന ഒരു അർത്ഥം കൂടെ ഉണ്ട് എന്ന് നാം ഓർത്തിരിക്കുക. ദാവീദ് പുത്ര ഞങ്ങളോട് കരുണ തോന്നണമേ, ഞങ്ങളെ തീർച്ചയായിട്ടും രക്ഷിക്കണമേ എന്ന ഒരു പ്രാർത്ഥന കൂടെയാണ് അത് എന്ന് നാം ഓർത്തിരിക്കണം. നമ്മൾ ഈ യാത്ര നടത്തുമ്പോൾ അവരെല്ലാം അവരുടെ ഉടുപ്പ് ഒക്കെ വിരിച്ചു. കാരണം അവർക്ക് വലിയ റെഡ് കാർപ്പറ്റ് ഒന്നുമില്ല. ഇവിടെ ഞാൻ വന്നപ്പോൾ ഈ പള്ളി എന്തൊരു മനോഹരമായിട്ടാണ് ഒരുക്കിയിരിക്കുന്നത്. നല്ല റെഡ് കാർപ്പറ്റ്, വൃത്തിയും വെളുപ്പമുണ്ട്, എല്ലാ കാര്യങ്ങൾക്കും അടക്കം ചിട്ടയുണ്ട്. ആ പാവപ്പെട്ട മനുഷ്യർക്ക് അന്ന് അങ്ങനത്തെ സൗകര്യമൊന്നുമില്ല. അതുകൊണ്ട് അവരെന്ത് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവരെ തന്നെ ഉടുപ്പ് നോക്കി വിരിച്ചു, ഈന്തപ്പലയൊക്കെ വെട്ടി അതെല്ലാം വഴിയിൽ തിരിച്ചു, അതവരെ കൊടിയായിട്ട് പിടിച്ചു അല്ലേ. എന്നിട്ട് അവരെ ഈ പാട്ടുപാടിയിട്ട് അല്ലേ, ഉശാന ഉശാന ദാവീദാത്മജന ഉശാന, വന്നവനും ഒരുപോലെ മഹോ ധന്യൻ നികലേശ സ്തോത്രം, ഈ ഗാനം പാടിക്കൊണ്ട് അവർ മുന്നോട്ട് പോവുകയാണ്. ഓർക്കേണ്ടത് പക്ഷേ ഇപ്പോൾ നമുക്ക് ഇവിടെ എല്ലാ ഫോണിൽ AI ഉൾപ്പെടെയുള്ള, അല്ലെങ്കിൽ നമ്മുടെ പഴയ ഗൂഗിൾ അമ്മച്ചിയുണ്ട്. നമ്മൾ ഗൂഗിൾ അമ്മച്ചി നേരത്തെ പറഞ്ഞുകൊണ്ടിരുന്നു, ഇപ്പോൾ അത് ശരിക്കും അമ്മച്ചിയായി. ഗൂഗിളിനൊക്കെ ഫെസിലിറ്റിയുള്ള എന്താണ് സെറയുണ്ട്, പിന്നെ AI ടെക്നോളജി ഉണ്ട് അല്ലേ. അങ്ങനെ പിന്നെ ജെമിനിയോ ഇങ്ങനത്തെ ഒരു പുതിയ സാധനം വന്നിട്ടുണ്ട്. അവരോടൊക്കെ ഒന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സീറ്റ് ഓഫ് ജെറുസലേം, യെരുശലേമിനെ ആരൊക്കെയാണ് യെരുശലേമിനെ കീഴടക്കിയിരിക്കുന്നത് എന്ന് നോക്കിയാൽ ദാവീദ് രാജാവ് യെരുശലേം പണിത കാലം മുതൽ BC 1000 ആണ്. BC 1000 കൃത്യമായിട്ട് പറഞ്ഞാൽ BC 967 ആ കാലമൊക്കെയാണ്. ആ കാലം മുതൽ വരുന്നവരെല്ലാം യെരുശലേം കീഴടക്കി. യെരുശലേം കീഴടക്കുക എന്ന് പറഞ്ഞാൽ ഒരു രാജാവ് അവൻ്റെ മഹത്വത്തിലേക്ക് യെരുശലേം കീഴടക്കുന്നവനാണ്. ഈ ഒളിമ്പിക്സിൽ ജയിക്കുക എന്നൊക്കെ പറയുന്ന മാതിരി ഗ്രീസ് പിടിച്ചടക്കുക എന്നൊക്കെ പറയുന്ന പോലത്തെ സംഭവം. ഗ്രീസ് കഴിഞ്ഞാൽ ഏതൻസ് കഴിഞ്ഞാൽ ഇതുപോലെ അറിയപ്പെടുന്ന പിന്നത്തെ ഒരു മോഡേൺ ക്യാപിറ്റലായിരുന്നു യെരുശലേം. എല്ലാവരും അത് കീഴടക്കാൻ വേണ്ടിയിട്ടുണ്ട്. നെബൂഖദ്നേസർ വളരെ വന്നിട്ടുണ്ട്. അവിടേക്കാണ് യേശു ക്രിസ്തു കഴുതക്കുട്ടിയുടെ പുറത്ത് കയറിയിട്ട് യാത്ര ചെയ്യുന്നത്. സാധാരണ കീഴടക്കാൻ വരുന്നവരെ വലിയ കുതിരകളും ഇല്ലേ, ആനകൾ. അവിടെ ആനയുണ്ടായിരുന്നു എന്ന് ചോദിച്ചാൽ ജോസിഫസിൻ്റെ ചരിത്രത്തിൽ പറയുന്നുണ്ട്, ഇന്ത്യയിൽ നിന്ന് ആനകളെ കപ്പലിൽ കയറ്റി കൊണ്ടുപോകായിരുന്നു. എന്നിട്ട് അവരെ ട്രെയിൻ ചെയ്തിട്ട് അവരാണ് കോട്ടകളൊക്കെ ഇടിച്ചു പൊളിക്കുന്നത്. ഇന്ത്യയിൽ നിന്നും ആഫ്രിക്കയിൽ നിന്നും ആനകളെ കൊണ്ടുപോകുക, അവരൊക്കെ സൈന്യത്തിലുണ്ട്. അപ്പം അങ്ങനെ അതിഭയങ്കരമായ ദിഗ്വിജയങ്ങൾ നടത്തിയിട്ടുള്ളവരുണ്ട്. ഫോർ യുവർ നോളജ് നമ്മൾ വായിച്ചിട്ടില്ലാത്തവരൊക്കെ ഉണ്ടെങ്കിൽ അലക്സാണ്ടർ ദ ഗ്രേറ്റും യെരുശലേം പിടിച്ചിറങ്ങുന്നു. അലക്സാണ്ടർ ദ ഗ്രേറ്റ് ഏതാണ്ട് BC 300-കളിൽ യെരുശലേം പിടിച്ചിറങ്ങിയപ്പോൾ ഫസ്റ്റ് ബാച്ച് ചെന്നിട്ട് പറഞ്ഞു, അലക്സാണ്ടർ ഗ്രേറ്റ് ഇസ് മാർച്ചിങ്, അലക്സാണ്ടർ ഓഫ് മാസിഡോണിയ ഇസ് മാർച്ചിങ് ടു ജെറുസലേം. ഇവർ നോക്കിയപ്പോൾ നമുക്കപ്പോൾ അന്നത്തെ ഒരു സ്ട്രാറ്റജി ഇതാണ്, തിരിച്ച് യുദ്ധം ചെയ്ത് ജയിക്കാൻ നിർവാഹമില്ലെങ്കിൽ എന്ത് ചെയ്യും, വെൽക്കം ചെയ്യും. നീ വന്നിട്ട് ഈ രാജ്യത്തോട് കടന്നു പോകുമ്പോൾ നിനക്ക് എന്തൊക്കെ വേണമെങ്കിൽ പ്ലണ്ടർ ചെയ്ത് പോകാം, നിനക്ക് ആവശ്യമുള്ള ഭക്ഷണമൊക്കെ തരാം. അങ്ങനെ അനേകർ അതിലൂടെ ജൈത്രയാത്ര നടത്തി കടന്നു പോയിട്ടുണ്ട്. പലരും വെച്ച് പിടിച്ചടക്കിയിട്ടുണ്ട്. യെരുശലേമിനെ ഇടിച്ചു നിരത്തിയിട്ട് പുതിയ കെട്ടിടങ്ങൾ വെച്ചിട്ടുള്ള ഒരു ചരിത്രം അനേകരാണ്. ആർക്കേഡിയൻസ് അങ്ങനെയൊക്കെ പോയാലേ മെസോപ്പൊട്ടേമിയൻസ് ഒത്തിരി പേരുണ്ട്. അതിലേക്കൊന്നും പോകുന്നില്ല. അവിടെയാണ് നമ്മുടെ കർത്താവ് യെരുശലേമിലേക്ക് കഴുതപ്പുറത്ത് വരുന്നത്. അപ്പോൾ ചോദിച്ചു, ഇത് വിവരക്കേടായി കാണിക്കുന്നത്, കഴുതപ്പുറത്താണോ യെരുശലേം പിടിച്ചെടുക്കാൻ പോകുന്നത്? കർത്താവ് പറയുന്ന മറുപടി,
എൻ്റെ രാജ്യം ഐഹികമല്ല. ഞാൻ കുതിരെ സൈന്യത്തിലൊന്നും വെച്ചല്ല, നിന്റെ ആത്മീയ നിന്റെ ഹൃദയത്തെയാണ് എനിക്ക് കീഴടക്കുന്നത്, നിന്നിലാണ് എനിക്ക് വിശ്വസിക്കുന്നത്. ആ ഒരു വലിയ അർത്ഥം ഈ വാക്കുകൾക്ക് ഉണ്ട്. വിശാന എന്നതിനെ ഞങ്ങളെ രക്ഷിക്കണമേ, ഇൻഡീഡ് സേവ് us, O Lord എന്നാണ് അതിൻ്റെ നല്ല മീനിങ്. ഹോഷിയ ന അതാണ് ഹീബ്രു പറഞ്ഞു. വളരെ അറിയാത്ത അല്ലെങ്കിൽ ഒന്ന് ഓർത്തിരുന്നു. ഹോഷിയ ന പറഞ്ഞാൽ God indeed saves. ജോഷുവ ഉള്ള വാക്കറിയാം, അതിൽ നിന്നാണ് വരുന്നത്. ഹോഷിയാന indeed save us God. നമ്മളെന്നും അപേക്ഷിക്കുന്നത് അതാണ്, ഞങ്ങളെ രക്ഷിക്കുക. നമ്മൾ പാടുന്നുണ്ട്, ഞങ്ങളെ രക്ഷിക്കാൻ താഴ്മ ഭരിച്ചവനെ പുരുഷാരങ്ങൾക്ക് വിജയം തന്നത്. അതുകൊണ്ട് ആ വലിയ പ്രാർത്ഥനയോടെ ഈ ദിവസങ്ങൾ ഒരുങ്ങുവാൻ, കർത്താവിൻ്റെ രക്ഷാകരമായ ആ സംഭവങ്ങൾ ക്രൂശിൽ ധ്യാനിക്കുവാൻ നമുക്ക് ഇടയാകട്ടെ എന്ന് ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഇതുവരെയ്ക്ക് എല്ലാ ആശംസകളും നേരുന്നു. ഇങ്ങനെ ഒരു സന്ധ്യ പ്രത്യേകിച്ച് ഒരുക്കിയതിൽ ദൈവത്തെ സ്തുതിക്കുന്നു. നിങ്ങൾ എല്ലാവരോടും നന്ദി പറയുന്നു. എല്ലാ ദിവസവും സന്ധ്യാനമസ്കാരം ഉണ്ടാകും. അതിൽ ഇന്നലെ ചോദിച്ചിട്ട് ഒരു എക്സ്ട്രാ മെസ്സേജ് ഒരു പക്ഷേ ഇട്ടിട്ടുണ്ടാകും. തിരുവേലി വരുന്നത് എല്ലാവരും വരണേ എന്ന്. അങ്ങനെയൊക്കെ കഴിഞ്ഞ് ഓടി ഇത്രയും പേരെ വന്നു. വളരെ ഒരിക്കൽ നന്ദി അറിയിച്ചുകൊണ്ട് ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് തന്നെ ഞാൻ ഇങ്ങോട്ട് വരുന്നുവെന്ന് ബാബാതിരുമേനിയോട് പറഞ്ഞപ്പോൾ പോകുന്ന എല്ലാ ഇടവകകളിലും സഭയുടെ സ്നേഹം അറിയിക്കണമെന്ന് പ്രത്യേകിച്ച് പറഞ്ഞിട്ടുണ്ട്. ബാബാതിരുമേനിയുടെയും എല്ലാം സ്നേഹം അറിയിക്കുന്നു. യുവജന പ്രസ്ഥാനം കുറിച്ച് പറഞ്ഞു. ഇപ്പോഴത്തെ SDOF, സെൻറ്റ് ഡൈനേഷ്യസ് ഓർത്തഡോക്സ് ഫെലോഷിപ്പ്, അതുപോലെ സമാജം, സൺഡേ സ്കൂള് 140 കുട്ടികളുണ്ടെന്നാണ് പറയുന്നത്. സൺഡേ സ്കൂളിൽ ചെങ്ങളോന്ന് പറയുന്നത് എനിക്ക് ഓർമ്മയുണ്ട്. ഇങ്ങനെയും പറഞ്ഞു അങ്ങനെ ആത്മീയ സംഘടനകളൊക്കെ ഉള്ള നല്ല ലക്ഷണമൊക്കെ ദേവാലയം ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് ഓർപ്പിച്ചുകൊണ്ട് വിലയുന്ന വാക്കുകൾ നിർമ്മിക്കുന്നു. ദൈവം തന്നെ അനുഗ്രഹിക്കും. തിരുമേനിയുടെ നല്ല വാക്കുകൾക്ക് ഒത്തിരി നന്ദി. അതിലുപരി ദേവാലയത്തിലേക്ക് എഴുന്നള്ളുകയും ഈ സന്ധ്യ ഞങ്ങൾക്ക് എന്നും ഓർമ്മിക്കത്തക്കതും തുടർന്നുള്ള ഞങ്ങളുടെ നോമ്പ് ജീവിതത്തിൽ ഏറ്റവും ശ്രേഷ്ഠമായ രീതിയിൽ മുന്നോട്ട് പോകുവാനായിട്ടുള്ളതായ ബലവും ശക്തിയും ഉണ്ടാകട്ടെ എന്ന് പ്രത്യേകമായിട്ട് ആശംസിക്കുന്നു. തിരുമേനിയോടുള്ളതായ നന്ദി, സ്നേഹം ഈ സമയത്ത് പ്രത്യേകം അറിയിക്കുന്നു. അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട ഷിനോച്ചൻ കുടുംബം കടന്നു വന്ന എല്ലാവരോടുള്ളതായ നന്ദി, സ്നേഹം ഈ സമയത്ത് പ്രത്യേകമായിട്ട് അറിയിക്കുന്നു.